ഓവനകത്ത് എങ്ങനെയാണ് പീനട്ട് അതായത് കപ്പലണ്ടി വറുത്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറെ പേർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഒരു സ്റ്റൗവിൽ ഒരു പാനിലോ ഒരു ചീനച്ചട്ടിയിലൊക്കെ ആണല്ലോ കപ്പലണ്ടി വറുത്തെടുക്കാറുള്ളത്. അതാകുമ്പോൾ നമ്മൾ ഫുൾ ടൈം നിന്ന് ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കണം, കറക്റ്റ് ആ ടൈം നോക്കിയൊക്കെ വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഓവനിലാവുമ്പോൾ നമ്മൾ അതിന്റെ ടെമ്പറേച്ചറും സെറ്റിങ്സും അതുപോലെ ആ കറക്റ്റ് ടൈമൊക്കെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓവനകത്ത് കപ്പലണ്ടി വറുത്തെടുക്കാം. ഒരു 1-2 പ്രാവശ്യം ഇതിനകത്തൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് നമ്മുടെ അവരവരുടെ വീട്ടിലുള്ള ഓവന്റെ ടൈമും സെറ്റിങ്ങും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു പാനസോണിക്കിന്റെ ഒരു ഓവനാണ്. അപ്പം ഇതിന്റെ സെറ്റിങ്സ് അനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് ഈ കൺവെക്ഷൻ ബേക്ക് എന്ന മോഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ കപ്പലണ്ടി വറക്കാൻ പോകുന്നതും ഇതേ കൺവെക്ഷൻ ബേക്ക് എന്ന മോഡിലാണ്. ഈ കാണുന്ന ഓവനകത്തുള്ള പോലെയുള്ള സെറ്റിങ്സ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഓവനകത്ത് ഉണ്ടായിരിക്കുക. പക്ഷേ എന്നാലും ഇതേപോലെ കൺവെക്ഷൻ ബേക്കിന് ഒരു ബട്ടൺ ഉണ്ടാവും, അതുപോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് ആദ്യം ഈ കൺവെക്ഷൻ ബേക്ക് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ 2 നോബിലും യെല്ലോ ലൈറ്റ് കത്തുന്നുണ്ട്. അതിൽ ഈ ആദ്യത്തെ നോബ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് സെറ്റ് ടെമ്പറേച്ചർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. സെറ്റ് ടെമ്പറേച്ചർ. നമ്മൾ ഇന്ന് ഈ കപ്പലണ്ടി വറക്കാൻ പോകുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 200 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പൊ നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ ഈ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യണം. 150, 190, 200. ഇപ്പൊ ഇവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോബ് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഈ ടൈം സെറ്റ് ചെയ്യുന്നില്ല. നമുക്ക് അതിനു മുമ്പ് ഈ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കണം. അതായത് ഒരു തണുത്തിരിക്കുന്ന ഓവനകത്തേക്കല്ല നമ്മൾ നമ്മുടെ ഫുഡ് ഐറ്റം വെക്കേണ്ടത്, നല്ല ചൂടായിട്ടിരിക്കുന്ന ഓവനകത്തേക്ക് വേണം. അപ്പൊ അതിനാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യം ഈ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പൊ 200 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തു. ഇനി വെറുതെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഒന്ന് ഞെക്കിയാൽ മതി. സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഞെക്കിയതും ഓവന്റെ ഇവിടെ പി എന്നുള്ള ഒരു ലെറ്റർ തെളിഞ്ഞു വന്നു. അപ്പൊ ഇതിലിപ്പോ പ്രീ ഹീറ്റ് നടക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓരോ ഓവനകത്തും ഓരോ ടെമ്പറേച്ചറിന് ഇത്ര മിനിറ്റ് എന്നുള്ള രീതിയിൽ പ്രീ ഹീറ്റിന്റെ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്നലെ ഈ ഓവന്റെ 200 ഡിഗ്രിയിൽ എത്രയാണെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ 7 മിനിറ്റ് ആണ് ഇതിന്റെ പ്രീ ഹീറ്റ് ടൈം എടുക്കുന്നത്. 180 ഡിഗ്രി ആണെങ്കിൽ അത് കുറച്ചും കൂടെ കുറവായിരിക്കും, ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ ടൈമിനെ കുറിച്ചൊന്നും ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ പ്രീ ഹീറ്റ് മോഡിലേക്ക് പോയിട്ട് അത് പ്രീ ഹീറ്റ് ചെയ്തോളും. അപ്പൊ ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത് കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രീ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പി എന്നുള്ള ലെറ്റർ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഈ പി എന്നുള്ള ലെറ്റർ അനങ്ങാതിരിക്കുകയാണ്. കപ്പലണ്ടി വറുത്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ കപ്പലണ്ടി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനിവിടെ 1.5 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ്, 1/2 കപ്പ് കൂടി, അപ്പൊ 1.5 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. ജസ്റ്റ് ഈ അടിയിൽ ഊറി വരുന്ന വെള്ളം ഇങ്ങനെ ഒന്ന് കളഞ്ഞാൽ മാത്രം മതി. ഇത്രേ ആവശ്യമുള്ളൂ. ഇനി ഈ കപ്പലണ്ടിയിലേക്ക് നമുക്കൊരു കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു ഓവനിൽ വെക്കുന്ന ഒരു ട്രേ എടുത്തിട്ട് നമുക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം. എന്തെങ്കിലും ചീത്തയായിട്ടുള്ള കപ്പലണ്ടിയൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ നമ്മളൊന്ന് പെറുക്കി കളഞ്ഞേക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനകത്തേക്ക് വെച്ച് കൊടുക്കണം.
ഇപ്പം ഈ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. പ്രീ ഹീറ്റ് കഴിയുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഇതിലിത് പീ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതായത് പ്രീ ഹീറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പലണ്ടി ഇതിനകത്തേക്ക് വെച്ച് വറുത്തെടുക്കാം. നമുക്ക് ഈ ഓവൻ്റെ ഡോറ് തുറക്കാം. ഇനി ഇതിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. സെന്ററിലായിട്ട് വെച്ച് കൊടുക്കണം. ഡോർ അടയ്ക്കാം. ഇനി നമ്മൾ ഇതിന്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ അവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ടൈമും കൂടെ സെറ്റ് ചെയ്താൽ മതി. ഒരു 15 മിനിറ്റ്സ് ആണ് നമുക്ക് ഇത് കപ്പലണ്ടി വറക്കാനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് 15 മിനിറ്റ്സ് സെറ്റ് ചെയ്യാം. മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഒരു 8 മുതൽ 10 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഡോർ ഒന്ന് തുറന്ന് ഈ കപ്പലണ്ടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു 8 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് സ്റ്റോപ്പ് ഞെക്കുകയാണ്. അപ്പൊ ഇത് ഓവൻ ഓഫ് ആയിട്ടൊന്നും ഇല്ല. നമുക്ക് ഇനി ഇതിന്റെ ഡോർ തുറന്നിട്ട് ഇതൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ടൊന്ന് ഒന്നുകൂടി നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം. വീണ്ടും വെച്ചിട്ട് ബാക്കിയുള്ള സമയം കൂടെ കംപ്ലീറ്റ് ചെയ്യട്ടെ. വീണ്ടും സ്റ്റാർട്ടിൽ ഞെക്കിയാൽ മതി. ഇനി 7 മിനിറ്റും കൂടെ സമയം ബാക്കിയുണ്ട്. ഇപ്പൊ ഇവിടെ 15 മിനിറ്റ് സമയം കഴിഞ്ഞു. ഓവൻ ഓഫായി. ഇനി നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇവിടെ നമ്മുടെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മളിത് ഈ ഓവനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് അങ്ങ് മൂത്ത് പോകും. അപ്പം അതുകൊണ്ട് നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെക്കണം. അപ്പം തന്നെ ഓവനകത്ത് നിന്ന് പുറത്തെടുത്ത ഉടനെ നമ്മൾ ഇത് ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് കുക്ക് ആവാത്തൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് കംപ്ലീറ്റ് തണുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ കുക്കിംഗ് പ്രോസസ്സ് കഴിയുന്നത്. കംപ്ലീറ്റ് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കപ്പലണ്ടി ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ഇവിടെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം ഇത് നമ്മളെടുത്തത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ തന്നെ തൊലിയൊക്കെ നന്നായിട്ട് പൊളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ഇത് പൊട്ടിച്ച് നോക്കിയാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പലണ്ടിയാണിത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പൊ ഇവിടെ തൊലിയൊക്കെ നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല അകലമുള്ള ഒരു അരിപ്പ എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് വാരിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പൊടി എല്ലാം അടിയിലേക്ക് പോയിക്കോളും. ഇത്രയും ചെയ്താൽ മതി. ഇപ്പോൾ പൊടിയെല്ലാം പോയി. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഓവനുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യുകയും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിക്കുന്ന സമയത്തും ഒരു സ്നാക്കായിട്ട് എടുക്കാം. ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല ഫില്ലിംഗ് ആണ്. കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.